നടന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്താണ്. കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ഇടപെടാൻ അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് ഈ അപകടം നടന്നത്. എവിടെ നടന്നതായാലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്, വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇത് ആവർത്തിക്കാനും പാടില്ലാത്തതാണ്. ആവർത്തിക്കില്ല എന്നുറപ്പുവരുത്താനുള്ള നടപടികൾ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാവേണ്ട ഒരു സമയമാണിത്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നതിന് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. ഞാനതുകൊണ്ടാണ് ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നത്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ഞാനവിടെ അനുശോചനം രേഖപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ. ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞ ഒരു വർഷമായി തീവ്രമായ ശ്രമം സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ശ്രമത്തിൻ്റെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല എന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ നല്ല നേട്ടവും ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു ദുരന്തം റെയിൽവേയുടെ അധീനതയിലുള്ള ഒരു പ്രദേശത്ത് നടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ മുഴുവൻ ഇതെവിടെ നടന്നതാണെങ്കിലും അപകടം പറ്റിയയാളെ കണ്ടെടുക്കുക എന്ന കാര്യത്തിലായിരുന്നു. ജീവൻ രക്ഷിക്കാനും അദ്ദേഹത്തെ കണ്ടെത്താനുമുള്ള ശ്രമത്തിലായിരുന്നു ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഏർപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമത്തിനാണ് മറ്റു പലരും വ്യഗ്രത പൂണ്ടത്. അതിലായിരുന്നു താല്പര്യം കൂടുതൽ. അതും ഒഴിവാക്കേണ്ടതാണ്. അത് ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. ഈ ദുരന്തം ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ് എന്ന് പറയുന്നത് പോലെ ഇതുപോലൊരു ദുരന്തത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നതും ഉണ്ടാകാൻ പാടില്ലാത്തതും ആവർത്തിക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരണമെന്നൊന്നും സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ല. പക്ഷേ ഇല്ലാത്ത ഉത്തരവാദിത്വം കൂടി സർക്കാരിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടി വരും. അതിന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പഴിചാരാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വസ്തുത മാധ്യമങ്ങളും ജനങ്ങളും അറിഞ്ഞിരിക്കണം എന്നതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്. അല്പം കൂടി അദ്ദേഹത്തിന് കാത്തിരിക്കാമായിരുന്നു. നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നതുവരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പോൾ മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. അദ്ദേഹം പറഞ്ഞതൊന്നും അറിയാത്തതുകൊണ്ടല്ല, ഞാനൊന്നും പറയാതിരുന്നതാണ്. അപ്പോൾ അത് പറയേണ്ട സമയമല്ല എന്നുകൊണ്ട് ഈ നിമിഷം വരെ അത് പറയാതിരുന്നതും അതുകൊണ്ടാണ്. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ മത്സരിച്ച് ഈ കുറ്റപ്പെടുത്തലുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ആദ്യം തന്നെ തുടങ്ങി. അദ്ദേഹത്തിന് ഒട്ടും ക്ഷമയുണ്ടായില്ല.
മറ്റു പലരും ഇന്നാണ് രംഗത്ത് വന്നിട്ടുള്ളത്. അതിൽ മുൻ കേന്ദ്രമന്ത്രിമാരുണ്ട്, KPCC പ്രസിഡൻ്റുണ്ട്, അവരെല്ലാം ഉണ്ട്. അവരൊക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് വസ്തുതകൾ എന്തായാലും ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.